യൂറോപ്പ് ഇതുവരെ കാണാത്ത വിധം കടുത്ത ഒരു ഉഷ്ണതരംഗത്തിന്റെ പിടിയിലാണ്. ഫ്രാൻസ്, UK, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസും കടന്ന് കുതിക്കുകയാണ്. കനത്ത ചൂട് കാരണം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും സ്കൂളുകൾ അടച്ചിടുകയും ഗതാഗത സംവിധാനങ്ങൾ തകരാറിലാവുകയും ചെയ്യുന്ന അവസ്ഥ. ആഫ്രിക്കയിൽ നിന്നുള്ള ചൂടുവായുവിനെ യൂറോപ്യൻ മേഖലയിൽ തളച്ചിട്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഇതിന് പിന്നിൽ. എന്താണ് യൂറോപ്പിനെ ചുട്ടുപൊള്ളിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനം? ഇതിന് കാരണമായ ഒമേഗ ബ്ലോക്ക് എന്താണെന്ന് കൃത്യമായ വിവരങ്ങളോടെ നമുക്ക് പരിശോധിക്കാം. യൂറോപ്പിലെ സ്ഥിതിവിവര കണക്കുകൾ തികച്ചും ആശങ്കാജനകമാണ്. ഫ്രാൻസിൽ മാത്രം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചൂടുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽപ്പെട്ട് 40ഓളം പേർ മരണപ്പെട്ടതായി ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണു സ്ഥിരീകരിച്ചു. ഫ്രാൻസിലെ ശരാശരി താപനില 29.7 ഡിഗ്രി സെൽഷ്യസ് എന്ന റെക്കോർഡിലെത്തി. ഒരു നഗരത്തിൽ താപനില 43.8 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടുത്ത ചൂട് കാരണം ഈഫൽ ടവറിന്റെയും ലൂവർ മ്യൂസിയത്തിന്റെയും സന്ദർശന സമയത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സ്പെയിനിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആൻഡലൂസിയ, കെന്റാബ്രിയ, ബാസ്ക് തുടങ്ങിയ മേഖലകളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശമായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറ്റലിയിലെ റോം, മിലാൻ, ഫ്ലോറൻസ്, വെനീസ് ഉൾപ്പെടെ 15 പ്രധാന നഗരങ്ങളിൽ റെഡ് അലേർട്ട് നിലവിലുണ്ട്. മിലാൻ, ടൂറിൻ തുടങ്ങിയ നഗരങ്ങളിൽ എയർ കണ്ടീഷണറുകളുടെ അമിത ഉപയോഗം കാരണം പവർ ഗ്രിഡുകൾ തകരുകയും ബ്ലാക്ക് ഔട്ട് ഉണ്ടാവുകയും ചെയ്തു. അപ്പർ യൂറോപ്യൻ രാജ്യങ്ങളായ ഓസ്ട്രിയ, പോളണ്ട്, ഹംഗറി, ക്രൊയേഷ്യ എന്നിവിടങ്ങളിലും കടുത്ത ചൂടിനെ തുടർന്ന് ഹെൽത്ത് വാർണിംഗ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ യൂറോപ്പിലെ ഈ റെക്കോർഡ് ചൂടിന് കാരണം ഒമേഗ ബ്ലോക്ക് എന്ന പ്രതിഭാസമാണ്. അന്തരീക്ഷത്തിലുണ്ടാകുന്ന ശക്തമായ ഒരു ഉയർന്ന മർദ്ദ മേഖലയാണിത്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഒമേഗ എന്ന ചിഹ്നത്തിന്റെ ആകൃതിയിലാണ് അന്തരീക്ഷത്തിൽ ഈ മർദ്ദ വ്യത്യാസം രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഇതൊരു പ്രഷർ കുക്കറിന്റെ അടപ്പ് പോലെ പ്രവർത്തിക്കുകയും സഹാറ മരുഭൂമിയിൽ നിന്നുള്ള ചൂടുവായുവിനെ പുറത്തു പോകാതെ ഈ പ്രദേശത്ത് തന്നെ തളച്ചിടുകയും ചെയ്യുന്നു. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിലെ ശാസ്ത്രജ്ഞർ ഇതിനെ വിശദീകരിക്കുന്നത് അന്തരീക്ഷത്തിലെ ഒരു ട്രാഫിക് ജാം എന്നാണ്. സാധാരണഗതിയിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വീശുന്ന ജെറ്റ് സ്ട്രീം കാറ്റുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ മുന്നോട്ട് നയിക്കാറുണ്ട്. എന്നാൽ ഒമേഗ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഈ ഒഴുക്ക് തടസ്സപ്പെടുകയും ഉയർന്ന മർദ്ദമുള്ള വായു ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇത് മേഘരൂപീകരണത്തെ തടയുന്നു. മേഘങ്ങൾ ഇല്ലാത്തതിനാൽ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും ചൂട് വീണ്ടും വർദ്ധിച്ച് ഒരു ഹീറ്റ് ഡോം രൂപപ്പെടുകയും ചെയ്യുന്നു. സാധാരണയായി ഇത് 3 മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുമെങ്കിലും ചിലപ്പോൾ ആഴ്ചകളോളം തുടരാം. ചരിത്രത്തിലെ ഏറ്റവും മാരകമായ യൂറോപ്യൻ ഉഷ്ണതരംഗങ്ങളായ 2003, 2010, 2018 വർഷങ്ങളിലെ ചൂടിന് കാരണവും ഈ ഒമേഗ ബ്ലോക്ക് ആയിരുന്നു. UK-യിലെ സ്ഥിതിയും ഒട്ടും സുരക്ഷിതമല്ല. ലണ്ടൻ ഉൾപ്പെടുന്ന ദക്ഷിണ ഇംഗ്ലണ്ടിലും സൗത്ത് വെയിൽസിലും UK മെറ്റ് ഓഫീസ് റെഡ് എക്സ്ട്രീം ഹീറ്റ് വാർണിംഗ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പ്രവചനം. ചൂട് പ്രതിരോധിക്കാൻ ആവശ്യമായ കൂളിംഗ് സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ബക്കിംഗ്ഹാംഷെയർ ഉൾപ്പെടെയുള്ള കൗണ്ടികളിലെ ഡസൻ കണക്കിന് സ്കൂളുകൾ 2 ദിവസത്തേക്ക് പൂർണ്ണമായി അടച്ചിടാൻ അധികൃതർ ഉത്തരവിടുകയുണ്ടായി. പല കെട്ടിടങ്ങളും തണുപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് ഈ അടിയന്തര നടപടിക്ക് കാരണം. ഈ പ്രതിസന്ധിയെ നേരിടാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. പൊതുപരിപാടികൾ പരിമിതപ്പെടുത്തുകയും ജനങ്ങൾക്ക് കൃത്യമായ ആരോഗ്യ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. എയർ കണ്ടീഷണറുകളുടെ വിൽപ്പനയിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും എത്രത്തോളം ഭീഷണിയാണെന്ന് തെളിയിക്കുന്നതാണ് യൂറോപ്പിലെ നിലവിലെ ഈ അവസ്ഥ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.